ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ യൂണിറ്റ് 3 ആയ ദ വില്ലേജ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്ന യൂണിറ്റാണ് നോക്കാൻ പോകുന്നത്. ഈ യൂണിറ്റ് മുഴുവനായും നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങളും അതിൻ്റെ മീനിങ്സും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ ആക്ടിവിറ്റീസും നോക്കുന്നുണ്ട്. ഇതിലെ വർക്ക് ബുക്കിലെ ആക്ടിവിറ്റീസ് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും പാഠഭാഗങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാത്ത എല്ലാ കൂട്ടുകാരും അതൊന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്ലേലിസ്റ്റിൽ അതെല്ലാം അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പക്ഷികളുടെ ഗ്രാമം എന്ന് പറയുന്ന ദ വില്ലേജ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ്സ് റീഡ്. ഹരിതഗിരി ഈസ് എ ബ്യൂട്ടിഫുൾ വില്ലേജ്. ഹരിതഗിരി എന്ന് പറയുന്നത് ഒരു ഭംഗിയുള്ള ഗ്രാമമാണ്. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള എന്നാണ് അർത്ഥം. എ റിവർ ഫ്ലോസ് ത്രൂ ദ വില്ലേജ്. ഫ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴുകുന്ന, അതായത് ഒരു റിവർ ആ വില്ലേജിലൂടെ ഒഴുകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ റിവർ ഓഫ് ഹരിതഗിരി. അത് ഹരിതഗിരിയുടെ റിവറാണ്. ദർ ആർ ടോൾ ട്രീസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ റിവർ. ആ റിവറിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഉയരമുള്ള, അതായത് ടോൾ എന്ന് പറഞ്ഞാൽ നീളമുള്ള മരങ്ങളുണ്ട്. ടുവാർഡ്സ് സമ്മർ ദ ട്രീസ് ബിയർ കളർഫുൾ ഫ്ലവേഴ്സ്. അപ്പോൾ എന്താണ്, വേനൽക്കാലത്ത് ട്രീസ് എല്ലാം, ബിയർ എന്ന് പറഞ്ഞാൽ വഹിക്കുക, അതായത് ട്രീസ് എല്ലാം കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് വഹിക്കുന്നുണ്ട്. അതായത് ട്രീസിലെല്ലാം കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് വേനൽക്കാലത്ത് കാണപ്പെടാറുണ്ട്. ദ വിൻഡ് ക്യാരീസ് ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ് അക്രോസ് ദ വില്ലേജ്. അതേപോലെ തന്നെ കാറ്റ് എന്താണ്, ഗ്രാമത്തിൻ്റെ അങ്ങേ സ്ഥലത്തേക്ക്, അതായത് ഗ്രാമത്തിൻ്റെ അങ്ങേ പുറത്തേക്കും വിൻഡ് ഫ്ലവേഴ്സിൻ്റെ ആ ഒരു സുഗന്ധം ക്യാരി ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. എവ്രി സമ്മർ ദ പീപ്പിൾ ഓഫ് ഹരിതഗിരി സെലിബ്രേറ്റ് എ വില്ലേജ്. അപ്പോൾ എന്താണ്, എല്ലാ സമ്മറിലും അവിടെയുള്ള ഹരിതഗിരിയിലുള്ള ആളുകൾ ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കാറുണ്ടല്ലേ. ഇറ്റ് ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ്. അതെന്താണ്, അതൊരു പക്ഷികൾക്കായിട്ടുള്ള ഫെസ്റ്റിവലാണ്. അതിന് താഴെ നമുക്കൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഹാവ് യു സീൻ എ വില്ലേജ് ലൈക്ക് ദീസ്? നിങ്ങൾ ഇതുപോലെയുള്ള ഒരു വില്ലേജ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് എഴുതണം കേട്ടോ. വാട്ട് ഡു യു ലൈക്ക് ഇൻ സച്ച് എ വില്ലേജ്? നിങ്ങൾക്ക് എന്താണ് അങ്ങനെയുള്ള വില്ലേജിൽ ഇഷ്ടപ്പെട്ടത്? അപ്പോൾ എന്താണെന്നുള്ളത് അവിടെ എഴുതി ചേർക്കണേ. അപ്പോൾ ഇത് കൂട്ടുകാരെ എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇതുപോലെ ഒരു വില്ലേജ് കണ്ടിട്ടുണ്ടോ? ആ വില്ലേജിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് എന്താണെന്നും കൂടെ എഴുതി ചേർക്കൂട്ടോ. എന്താണ്, ലോഡ്സ് ഓഫ് ബേർഡ്സ് വിസിറ്റ് ദ വില്ലേജ് ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ. ഈ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഒരുപാട് ബേർഡ്സ് ഈ ഒരു വില്ലേജ് കാണാൻ വരാറുണ്ടല്ലേ. എവ്രി ഇയർ ദ വില്ലേജേഴ്സ് വെയിറ്റ് ഫോർ ദ ബേർഡ്സ് ടു കം. എല്ലാ വർഷവും വില്ലേജേഴ്സൊക്കെ ബേർഡ്സ് വരുന്നതും നോക്കിയിരിക്കാറുണ്ട്. വൈ ഡു വില്ലേജേഴ്സ് വെയിറ്റ് ഫോർ ദ ബേർഡ്സ്? എന്തിനായിരിക്കും വില്ലേജേഴ്സ് ഈ ബേർഡ്സിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്? എന്തിനായിരിക്കും എന്ന് നമുക്ക് നോക്കിയാലോ. അടുത്തത്, ദ പീപ്പിൾ ഓഫ് ഹരിതഗിരി ട്രീറ്റ് ബേർഡ്സ് ആസ് ദയർ ഗസ്റ്റ്. അപ്പോൾ എന്താണ്, ഹരിതഗിരിയിലെ ആളുകളെല്ലാം ബേർഡ്സിനെ അതായത് ഗസ്റ്റായിട്ട് വരുന്ന ബേർഡ്സിനെ എല്ലാം അവർ നന്നായിട്ട് ട്രീറ്റ് ചെയ്യും. ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പെരുമാറും എന്നാണ് അർത്ഥം. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിരുന്നുകാരാണല്ലേ. വെൻ ദ ബേർഡ്സ് അറൈവ് ദ ഫെസ്റ്റിവൽ ബിഗിൻസ്. അറൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നു എന്നാണ്. ബിഗിൻസ് എന്ന് പറഞ്ഞാൽ തുടങ്ങി, അതായത് ബേർഡ്സ് വന്ന് എപ്പോഴാണോ ബേർഡ്സ് വരുന്നത് അപ്പോഴാണ് അവരുടെ ഫെസ്റ്റിവൽ തുടങ്ങുന്നത്. ദ പീപ്പിൾ കീപ് ദ വില്ലേജ് ഫ്രീ ഫ്രം ലൗഡ് സൗണ്ട്സ്. ഉറക്കെയുള്ള ശബ്ദങ്ങളിൽ നിന്നെല്ലാം ആ വില്ലേജിനെ അവർ ഫ്രീ ആയിട്ട് കീപ്പ് ചെയ്യും. അതായത് ഉറക്കെയുള്ള സൗണ്ടുകൾ എന്നും ആ വില്ലേജിൽ അവർ ആ ഒരു സമയത്ത് ഉണ്ടാക്കാറില്ല. നോ ക്രാക്കേഴ്സ്, നോ ബെൽസ് ആൻഡ് നോ ഡ്രം ബീറ്റ്സ്. അതായത് ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ പടക്കം, അവരുടെ ആ ഒരു ഫെസ്റ്റിവലിൽ പടക്കം ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ബെൽസ് ഉണ്ടായിരിക്കില്ല. അതുപോലെ ഡ്രം ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡ്രം കൊണ്ടുള്ള അടിയില്ലേ, അതൊന്നും അവരുടെ ആ ഒരു ഫെസ്റ്റിവലിൽ ഉണ്ടായിരിക്കില്ല. ദേ ഡോണ്ട് ഈവൻ ബ്ലോ ദ ഹോൺസ് ഓഫ് വെഹിക്കിൾസ്. അതായത് വണ്ടികളുടെ ഹോൺസ് പോലും അവർ ആ സമയത്ത് അടിക്കാറില്ല. അങ്ങനെയൊക്കെയാണ് അവർ വരുന്ന ഗസ്റ്റ് ആയിട്ടുള്ള ബേർഡ്സിനെ ട്രീറ്റ് ചെയ്തിരുന്നത്. ബേർഡ്സ് സ്റ്റാർട്ടഡ് കമ്മിങ് ടു ദ വില്ലേജ്. വില്ലേജിലേക്ക് ബേർഡ്സ് എല്ലാം വരാൻ തുടങ്ങി. ദേ സാറ്റ് ഓൺ ദ ട്രീ ബ്രാഞ്ചസ്. ട്രീയുടെ ചില്ലകളിലെല്ലാം അവർ ഇരിക്കാൻ തുടങ്ങി. സാറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നാണ് അർത്ഥം. ദ ഫെസ്റ്റിവൽ ബിഗിൻ. അപ്പോൾ എന്താണ്, ഫെസ്റ്റിവൽ തുടങ്ങിയല്ലേ. ദ ഹോൾ വില്ലേജ് വാസ് ഫിൽഡ് വിത്ത് ചാറ്റർ ഓഫ് ബേർഡ്സ് ഓഫ് വേരിയസ് കൈൻഡ്സ്. ചാറ്റർ എന്ന് പറഞ്ഞാൽ സംസാരമാണ്. അപ്പോൾ ആ ഒരു ഫുള്ള് വില്ലേജിലും പല തരത്തിലുള്ള ബേർഡ്സിൻ്റെ സംസാരം കൊണ്ട് ഫില്ലായി തുടങ്ങിയല്ലേ. പല ബേർഡ്സിന് സംസാരം കൊണ്ട് ആ ഒരു വില്ലേജിൽ മുഴുവൻ ആ ബേർഡ്സിന് സംസാരമായി മാറി.
നെക്സ്റ്റ് ചീപ്പിംഗ് ഓഫ് സ്പാരോസ്, വിസിൽ ഓഫ് മൈനാസ്, സോങ് ഓഫ് കുക്കൂസ്. അപ്പോൾ എന്താണ്? സ്പാരോസ് കുരുവികളുടെ ചിഹ്നം വിളി, അതുപോലെ മൈനകളുടെ വിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിസിലടി ശബ്ദത്തിനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ കുക്കൂസ് അതായത് കുയിലുകളുടെ സോങ് പാട്ട് അല്ലേ. ദ വോൾ വില്ലേജ് വാസ് ഫിൽഡ് വിത്ത് ദ സൗണ്ട്സ് ഓഫ് ബേർഡ്സ്. അപ്പോൾ എന്താണ്? ഇങ്ങനെയുള്ള സൗണ്ടുകൾ കൊണ്ട്, ഇങ്ങനെയുള്ള ബേർഡ്സിൻ്റെ സൗണ്ടുകൾ കൊണ്ട് ആ വില്ലേജ് തന്നെ നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ബേർഡ്സ് ഓഫ് ഓൾ സൈസസ് ആൻഡ് കളേഴ്സ് ഫ്ലൂ അറൗണ്ട്. ഫ്ലൂ എന്ന് പറഞ്ഞാൽ പറന്നു എന്നാണ്. അപ്പോൾ എന്താണ്? പലതരത്തിലുള്ള, അതായത് പല സൈസിലുള്ളതും പല കളറിലുള്ളതും ആയ ബേർഡ്സൊക്കെ അവിടെ ഇവിടെയായിട്ട് പറന്ന് നടക്കുന്നുണ്ട്. ദ ട്രീസ് ഷവേർഡ് കളർഫുൾ ഫ്ലവേഴ്സ്. അപ്പോൾ എന്താണ്? ട്രീസൊക്കെ കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് കൊണ്ട് കുളിച്ചിരിക്കുകയാണ്. കുളിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ട്രീസ് മൊത്തത്തിൽ എന്താണ്? കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണല്ലേ. ദ വില്ലേജ് ലുക്ക്ഡ് ലൈക്ക് എ പെയിൻറ്റഡ് പിക്ചർ. അപ്പോൾ ആ ഒരു വില്ലേജ് കാണാൻ തന്നെ നമ്മളൊരു പെയിൻറ് ചെയ്ത പിക്ചറിനെ പോലെയാണ് ഇരിക്കുന്നത്. അടുത്തത് എന്താണ്? ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് വിൽ ദ ബേർഡ്സ് ഡു ദർ? എന്തായിരിക്കും ബേർഡ്സ് അവിടെ ചെയ്യുന്നുണ്ടായിരിക്കുക എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കത് അവിടെ അറിയാം അല്ലേ. എന്താണ് ബേർഡ്സ് അവിടെ ചെയ്യുന്നത്? ബേർഡ്സ് ഓഫ് ഓൾ സൈസസ് ആൻഡ് കളേഴ്സ് ഫ്ലൂ അറൗണ്ട്. എല്ലാ കളറിലും എല്ലാ സൈസിലുമുള്ള ബേർഡ്സ് എന്താണ്? അവിടെ ഇങ്ങനെ പാറി നടക്കുകയാണല്ലേ. അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കേട്ടോ. അടുത്തതാണ് ബേർഡ്സ് എൻജോയ്ഡ് ദ ട്രീറ്റ് ഓഫ് ദ വില്ലേജേഴ്സ്. വില്ലേജേഴ്സിൻ്റെ വിരുന്ന്, അതായത് അവർ വിരുന്നൊരുക്കിയതിൽ ബേർഡ്സ് എന്താണ്? എൻജോയ് ചെയ്തു അല്ലേ, സന്തോഷിച്ചു. ദേ ബിൽഡ് നെസ്റ്റ് ആൻഡ് ലൈഡ് എഗ്സ് ഇൻ ദം. അപ്പോൾ എന്താണ്? അവരുടെ അടുത്ത് അവിടെ ഒരു നെസ്റ്റ്, അതായത് അവരുടെ കൂടിനെയാണ് നമ്മൾ നെസ്റ്റ് എന്ന് വിളിക്കുന്നത്. അവരുടെ നെസ്റ്റ് ബിൽഡ് ചെയ്യുകയും, ബിൽഡ് എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക, അവിടെ ഒരു കൂട് നിർമ്മിക്കുകയും അതേപോലെ അതിൽ അവരുടെ എഗ്ഗുകളെല്ലാം വെക്കുകയും ചെയ്തു. വീക്സ് പാസ്ഡ്. അങ്ങനെ ഒരുപാട് ആഴ്ചകൾ കഴിഞ്ഞു. പാസ്ഡ് എന്ന് പറഞ്ഞാൽ കടന്നുപോയി അല്ലെങ്കിൽ കഴിഞ്ഞു എന്നാണ് അർത്ഥം. ദ എഗ്സ് ഹാച്ചഡ്. എഗ്സ് എല്ലാം വിരിഞ്ഞു വന്നു അല്ലേ. ഹാച്ചഡ് എന്ന് പറഞ്ഞാൽ വിരിഞ്ഞു എന്നാണ് കേട്ടോ അർത്ഥം. അറ്റ് ദ എൻഡ് ഓഫ് സമ്മറിൻ്റെ അവസാനം ദ ബേർഡ്സ് ഫ്ലൂ ബാക്ക് വിത്ത് ദയർ ചിക്സ്. അപ്പോൾ എന്താണ്? ബേർഡ്സൊക്കെ അവരുടെ സ്ഥലത്തേക്ക് അവർ പിന്നീട് പറന്നുപോയി അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട്. ചിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞുങ്ങൾ എന്നാണ് അർത്ഥം. ലവ്ലി ഫെതേഴ്സ് ലേ സ്പ്രെഡ് അറൗണ്ട് ദ ട്രീസ്. അപ്പോൾ ആ ഒരു ട്രീസിൻ്റെ ചുറ്റും ലവ്ലി ആയിട്ടുള്ള നല്ല സ്നേഹത്തോടെയുള്ള തൂവലുകൾ ആ ഒരു ട്രീസിന് ചുറ്റുമായിട്ട് ഇങ്ങനെ വിടർന്ന് കിടന്നു അല്ലേ. വിൽ ദ ചിൽഡ്രൻ കളക്ട് ഫെതേഴ്സ്. അപ്പോൾ എന്താണ്? തൂവലുകളൊക്കെ കുട്ടികൾ പറക്കിയെടുത്തിട്ടുണ്ടാവും, അവരത് കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമോ. വാട്ട് വിൽ യു ഡു ഇഫ് യു ഗെറ്റ് സം ഫെതേഴ്സ്. നിങ്ങൾക്ക് കുറച്ച് തൂവലുകൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചുറ്റുഭാഗത്തും ഒരുപാട് ബേർഡ്സ് വരാറുണ്ടല്ലേ, അവരൊക്കെ തൂവലുകൾ അവിടെ കൊഴിഞ്ഞു പോയിട്ട് പോകാറുണ്ടല്ലേ. അപ്പോൾ ആ കൊഴിഞ്ഞു പോയ തൂവലുകൾ കൂട്ടുകാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കൂട്ടുകാർ എന്തായിരിക്കും ചെയ്യുക? അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത്. ഓൾ ദ ബേർഡ്സ് ലെഫ്റ്റ് ദ വില്ലേജ് ബിക്കെയിം സൈലൻറ്റ് അഗെയിൻ. അപ്പോൾ എല്ലാ ബേർഡ്സും വില്ലേജിൽ നിന്ന് പോയല്ലേ. അപ്പോൾ പോയ ശേഷം വില്ലേജ് വീണ്ടും എന്താണ്? സൈലൻ്റ് ആയി മാറി. ചിൽഡ്രൻ സ്റ്റാർട്ടഡ് ടു കളക്ട് ദ ഫാലൻ ഫെതേഴ്സ്. അപ്പോൾ അവിടെ വീണ് കിടക്കുന്ന ഫെതേഴ്സൊക്കെ ചിൽഡ്രൻസ് ഓരോന്നായിട്ട് കളക്ട് ചെയ്യാൻ തുടങ്ങി. ട്വിങ്കിൾ ആൻഡ് ഡിംപിൾ വേർ കളക്ടിങ് ഫെതേഴ്സ്. അപ്പോൾ ആരൊക്കെ കൂടിയിട്ടാണ് ഫെതേഴ്സൊക്കെ കളക്ട് ചെയ്യുന്നത്? ട്വിങ്കിളും ഡിംപിളും കൂടിയിട്ടാണ്. ഹേയ് ട്വിങ്കിൾ ലുക്ക് കം ആൻഡ് സീ ദീസ്. അപ്പോൾ എന്താണ്? ട്വിങ്കിൾ ഇത് നോക്കൂ, നീ ഇങ്ങോട്ട് വായോ എന്ന് പറയുന്നുണ്ടല്ലേ. ഡിംപിൾ പോയിന്റ് ടു എ ഹീപ്പ് ഓഫ് ഡ്രൈ ലീവ്സ്. അപ്പോൾ എന്താണ്? ഒരു ഡ്രൈ ലീവ്സിൻ്റെ കൂമ്പാരം, അതായത് ഒരു ഉണങ്ങിയ ഇലകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കൂമ്പാരം ഡിംപിൾ കാണിച്ചു കൊടുക്കുകയാണ്. ദേ സാറ്റ് ഡൗൺ ടു ഹാവ് എ ക്ലോസർ ലുക്ക്. അപ്പോൾ അവർ ഇരുന്നു കൊണ്ട് അതിനൊരു അതിനടുത്തിരുന്നു കൊണ്ട് അവർ നോക്കുകയാണ്. ദെയർ ഐസ് വൈഡ്നഡ്. അവരുടെ ഐസ്, അതായത് അവരുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ വിശാലമായി അല്ലേ. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് ഡിഡ് ദേ സീ ദർ. എന്തായിരിക്കും അവരവിടെ കണ്ടിട്ടുണ്ടായിരിക്കുക? എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ എന്തായിരുന്നു ആ ഒരു ഹീപ്പ്, അതായത് കൂമ്പാരത്തിൻ്റെ ഉള്ളിൽ? ഗോൾഡൻ എഗ്. ഒരു ഗോൾഡൻ എഗ് ആയിരുന്നല്ലേ, ഒരു സ്വർണ്ണ മുട്ടയായിരുന്നു. ദേ ഹാഡ് നെവർ സീൻ സച്ച് എ എഗ് ബിഫോർ. ഇതിന് മുന്നേ ഒരിക്കലും അവരിങ്ങനെ ഒരു എഗ്ഗ് കണ്ടിട്ടില്ല. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ took the golden egg to their hen house. അപ്പോൾ എന്താണ്? അവരുടെ ഹെന്നിൻ്റെ ഹൗസിലേക്ക്, ഹെന്നിൻ്റെ വീട്ടിലേക്ക് അവർ ആ ഒരു ഗോൾഡൻ എഗ്ഗ് എടുത്തുകൊണ്ട് പോവുകയാണ്. അതായത് ഡിംപിളും ട്വിങ്കിളും ആണല്ലേ എടുത്തുകൊണ്ട് പോകുന്നത്. ദ ഹെൻ വാസ് ബ്രൂഡിങ് ഓവർ ഇറ്റ്സ് എഗ്സ്. ബ്രൂഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖത്തോടെ ആലോചിച്ചിരിക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ ബ്രൂഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹെൻ എന്താ ചെയ്തിരുന്നത്? അതിൻ്റെ മുട്ടകൾ നോക്കിയിട്ട് അതിങ്ങനെ ദുഃഖത്തോടെ ആലോചിച്ചിരിക്കുകയായിരുന്നല്ലേ. ട്വിങ്കിൾ കെപ്റ്റ് ദ
ഗോൾഡൻ എഗ് നിയർ ദ hen കെയർഫുള്ളി. അപ്പോൾ ട്വിങ്കിൾ എന്ത് ചെയ്തു, ആ ഒരു ഗോൾഡൻ എഗ്ഗ് ആ ഒരു ഹെന്നിൻ്റെ അടുത്തായിട്ട് നീക്കി വെച്ച് കൊടുക്കുകയാണ്. ഭയങ്കര ശ്രദ്ധയോടെയാണ് നീക്കി വെച്ച് കൊടുക്കുന്നത്. പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദിസ് എഗ് ടു സെയ്ഡ് ഡിംപിൾ. അപ്പോൾ ഡിംപിൾ പറയാണ്, നീ ഈ ഒരു എഗ്ഗിനെയും കെയർ ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട്. ക്ലക്ക് ക്ലക്ക് ദ hen clucked and drew the egg close to it. അപ്പോൾ ആ ഹെന്നിൻ്റെ സൗണ്ടാണ് ക്ലക്ക് ക്ലക്ക് എന്ന് പറയുന്നത്. ആ ഹെന്ന് ക്ലക്ക് എന്ന് പറയുന്ന സൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ ഒരു എഗ്ഗ് അതിൻ്റെ അടുത്തേക്ക് നീക്കി വെക്കുകയാണ്. ദ hen fed ഗോൾഡി along with its chicks. അപ്പോൾ എന്താണ്, അവരുടെ ആ ഒരു ഹെന്ന് എന്താ ചെയ്തത്, അതിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ തന്നെ ഈ ഒരു ഗോൾഡി എഗ്ഗിനെയും നോക്കുകയാണ്. ഗോൾഡി ഫോളോഡ് ദ മദർ hen wherever she went. അപ്പോൾ എന്താ, ഗോൾഡി എന്ന് പറയുന്നത് ആ എഗ്ഗ് വിരിഞ്ഞുണ്ടായ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഗോൾഡി എവിടേക്ക് പോകുമ്പോഴും ആ അമ്മയെ നോക്കിയാണ് പോവാറ്. ആ അമ്മ എവിടേക്കാണ് പോകുന്നത്, അവിടേക്ക് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഗോൾഡിയും പോവാറുള്ളൂ. ദ hen taught ഗോൾഡി ടു സ്ക്രാച്ച് ദ ഗ്രൗണ്ട് ആൻഡ് പീക്ക് അറ്റ് worms ആൻഡ് ഫ്ലൈസ്. അപ്പോൾ എന്താണ്, ഹെന്ന് ഗോൾഡിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ ഗ്രൗണ്ട് സ്ക്രാച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് പുഴുക്കളെയും ഫ്ലൈസിനെയും എല്ലാം പെക്ക് ചെയ്തെടുക്കേണ്ടത് എന്ന് ആ ഒരു ഹെന്ന് ഗോൾഡിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഹൗ ഡസ് ഗോൾഡി ഡിഫർ ഫ്രം അതർ ചിക്സ്. എങ്ങനെയാണ് ഗോൾഡി മറ്റുള്ള ചിക്സിൽ നിന്നും വ്യത്യസ്തമാവുന്നത്, അത് നമുക്ക് നോക്കാം. ലെറ്റ്സ് റീഡ്. വൺ ഡേ ഗോൾഡി ആൻഡ് ദ ചിക്സ് വെൻ നിയർ ദ റിവർ. റിവറിൻ്റെ അടുത്തേക്ക് ചിക്സും അതേപോലെ ഗോൾഡിയും കൂടെ പോവുകയാണ്. സഡൻലി ഗോൾഡി ജമ്പഡ് ഇൻ ടു ദ വാട്ടർ ആൻഡ് സ്റ്റാർട്ടഡ് സ്വിമ്മിങ്. അപ്പോൾ എന്താണ്, പെട്ടെന്ന് തന്നെ ഗോൾഡി ആ ഒരു വാട്ടറിലോട്ട് ചാടുകയും ജമ്പ് ചെയ്യുകയും അതേപോലെ അത് നീന്താൻ തുടങ്ങുകയും ചെയ്യുകയാണല്ലേ. ക്ലക്ക് ക്ലക്ക് ദ hen clucked in wonder. അപ്പോൾ എന്താണ്, മറ്റുള്ള കോഴികളും, അതായത് ആ ഹെന്നിങ്ങനെ വണ്ടർ അടിച്ച് അത്ഭുതപ്പെട്ടിട്ട് അതിനെ നോക്കുകയാണല്ലേ, ക്ലക്ക് ക്ലക്ക് എന്ന് പറഞ്ഞിട്ട്. ദ റിവർ ഇൻ ഹരിതഗിരി വാസ് ഡേർട്ടി. അപ്പോൾ എന്താണ്, ഹരിതഗിരിയിലെ ആ ഒരു റിവർ എന്താണ്, ആകെ മുഷിഞ്ഞ് കിടക്കുകയാണ് അല്ലേ, ഡേർട്ടി ആയിട്ട് കിടക്കുകയാണ്. ദ വാട്ടർ വാസ് ഓൾമോസ്റ്റ് ബ്ലാക്ക് ഇൻ കളർ. അപ്പോൾ എന്താണ്, അതിലത്തെ വാട്ടറൊക്കെ ഇങ്ങനെ ബ്ലാക്ക് കളറായിരിക്കുകയാണല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് അതങ്ങനെ ബ്ലാക്ക് കളറായിട്ടുള്ളത് കൂട്ടുകാരെ, അതിങ്ങനെ ആകെ ചെളി പിടിച്ച് ഡേർട്ടി ആയിട്ടാണ് കിടക്കുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിൽസ്, വുഡ് പീസസ്, ക്യാരി ബാഗ്സ് ആൻഡ് വേസ്റ്റ് മെറ്റീരിയൽസ് കവേർഡ് ദ വാട്ടർ. അപ്പോൾ എന്താണ്, ആ വാട്ടറിനെ എന്തൊക്കെയാണ് കവർ ചെയ്തിരിക്കുന്നത്, പ്ലാസ്റ്റിക് ബോട്ടിൽസും അതേപോലെ വുഡ് പീസസും ക്യാരി ബാഗ്സും വേസ്റ്റ് മെറ്റീരിയൽസും കൊണ്ടൊക്കെ ആ ഒരു വെള്ളം ആകെ കവർ ചെയ്ത് കിടക്കുകയാണ് അല്ലേ. നോബഡി ഇൻ ദ വില്ലേജ് കെയർഡ് അബൌട്ട് ദ റിവർ. അപ്പോൾ എന്താണ്, ആ വില്ലേജിലുള്ള ഒരാൾ പോലും ആ ഒരു റിവറിനെ കെയർ ചെയ്ത് കൊണ്ടുപോവുകയോ ഒന്നും ചെയ്യാറില്ല അല്ലേ, അവരാരും അതിനെ ശ്രദ്ധിക്കാറ് പോലും ഇല്ല. വാട്ട് വിൽ ദ ചിൽഡ്രൻ ഡു വെൻ ഗോൾഡീസ് സ്വിംസ് ഇൻ ദ വാട്ടർ. ആ ചിൽഡ്രൻസ് എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, ഗോൾഡി അതിൽ സ്വിം ചെയ്യുമ്പോൾ. ഡിംപിൾ ആൻഡ് ട്വിംപിൾ വർ വാച്ചിങ് ഗോൾഡി സ്വിമ്മിങ്. ഗോൾഡി നീന്തുന്നത് ഡിംപിളും ട്വിംപിളും കണ്ടു നിൽക്കുകയാണല്ലേ. ലുക്ക് ഗോൾഡി സ്വിംസ് വെൽ സൈഡ് ട്വിങ്കിൾ. ട്വിങ്കിൾ പറയാണ്, നോക്കൂ ഗോൾഡി അത് നന്നായിട്ടാണ് നീന്തുന്നത് എന്ന് പറയുന്നുണ്ട്. ഗോൾഡി കം ബാക്ക്, ദ വാട്ടർ ഈസ് ടു ഡേർട്ടി കോൾഡ് ഔട്ട് ഡിംപിൾ. അപ്പോൾ ഡിംപിൾ അവളെ വിളിക്കുകയാണ്, ഗോൾഡി നീ തിരിച്ചു വരൂ, ആ വാട്ടർ ഭയങ്കര ഡേർട്ടി ആയിട്ടുള്ള വാട്ടറാണ് എന്ന് പറയുന്നുണ്ടല്ലേ. ഹൗ ക്യാൻ വി കീപ്പ് അവർ റിവേഴ്സ് ക്ലീൻ. നമുക്ക് എങ്ങനെയാണ് നമ്മളെ റിവേഴ്സ് എല്ലാം ക്ലീൻ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുക, എങ്ങനെയൊക്കെയാണ് ഡോണ്ട് ത്രോ വേസ്റ്റ് ഇൻ ടു വാട്ടറിലേക്ക്, അതായത് വെള്ളത്തിലേക്ക് വേസ്റ്റ് ഒന്നും എറിയാതിരിക്കുക. അതുപോലെ ഡോണ്ട് പൊല്യൂട്ട് റിവർ ഒന്നും പൊല്യൂട്ട് ചെയ്യാതിരിക്കുക അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ റിവേഴ്സിനെയൊക്കെ ക്ലീൻ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. വൺ ഡേ ഗ്രാൻഡ് പാ വിസിറ്റഡ് ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ. ട്വിങ്കിളിനെയും ഡിംപിളിനെയും കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഗ്രാൻഡ് പാ വരികയാണ്. ഹീ സോ ഗോൾഡി. അവൻ എന്താണ്, ഗോൾഡിയെ കണ്ടു അല്ലേ, ഗ്രാൻഡ് പാ ഗോൾഡിയെ കാണുകയാണ്. വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ഷീക്ക് ഫ്രം, ഗ്രാൻഡ് പാ ആസ്ക്ഡ് ഇൻ വണ്ടർ. അപ്പോൾ എന്താണ്, ഗ്രാൻഡ് പാ ആകെ അത്ഭുതത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു കോഴിയെ എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. ദ ചിൽഡ്രൻ ടോൾഡ് ഹിം ദ വോൾ സ്റ്റോറി. വോൾ എന്ന് പറഞ്ഞാൽ മുഴുവൻ. അപ്പോൾ എന്താണ്, ചിൽഡ്രൻ ആ ഗ്രാൻഡ് പായോട് മുഴുവൻ സ്റ്റോറിയും പറഞ്ഞു കൊടുക്കുകയാണ്, എവിടെ നിന്നാണ് കിട്ടിയത്, എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. ദിസ് ഈസ് ദ ചീക്ക് ഓഫ് എ റെയിൻബോ ബേർഡ്, ഗ്രാൻഡ് പാ സൈഡ്. ഗ്രാൻഡ് പാ പറയാണ്, ഇതൊരു മഴവിൽ പക്ഷി, അതായത് റെയിൻബോ ബേർഡിൻ്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. റെയിൻബോ ബേർഡ്, ദ ചിൽഡ്രൻ എക്സ്ക്ലൈമഡ്. ചിൽഡ്രൻസ് ഒക്കെ ആശ്ചര്യപ്പെട്ട് ചോദിക്കുകയാണ്, റെയിൻബോ ബേർഡോ, അത് എന്ത് ബേർഡാണ് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. യെസ്, വെൻ ഐ വാസ് യങ് ഹൺഡ്രഡ്സ് ഓഫ് റെയിൻബോ ബേർഡ്സ് യൂസ്ഡ് ടു കം ഹിയർ.
ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഒരുപാട് നൂറുകണക്കിന് റെയിൻബോ ബേർഡ്സ് നമ്മുടെ ഇവിടെ വന്നിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. വൈ ഡോണ്ട് ദ റെയിൻബോ ബേർഡ്സ് കം നൗ? എന്തുകൊണ്ടായിരിക്കും റെയിൻബോ ബേർഡ്സ് ഇപ്പോൾ വരാത്തത് എന്ന് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടായിരിക്കും എന്ന് നമുക്ക് നോക്കാം. The news about the rainbow bird spread all around. അപ്പോൾ എന്താണ്, എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു റെയിൻബോ ബേർഡിൻ്റെ ന്യൂസ് പടരുകയാണ്. പീപ്പിൾ കെയിം ടു സീ ദ ബേർഡ്, ലെറ്റ്സ് ക്ലീൻ ദ റിവർ. പീപ്പിൾസൊക്കെ എന്താണ്, ആൾക്കാരൊക്കെ ആ ഒരു റെയിൻബോ ബേർഡിനെ കാണാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട് നമുക്ക് ഈ ഒരു റിവർ ക്ലീൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അല്ലേ. ദ റെയിൻബോ ബേർഡ്സ് വിൽ കം എഗെയിൻ. ഈ റിവർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ റെയിൻബോ ബേർഡ്സ് എന്തായാലും ഇനിയും വരുമെന്ന് പറയുന്നുണ്ട്. സൈഡ് ദ പീപ്പിൾസ് പറയുന്നുണ്ട് അല്ലേ. പീപ്പിൾ സ്റ്റാർട്ടഡ് ക്ലീനിങ് ദ റിവർ. അപ്പോൾ റിവർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ തുടങ്ങിയല്ലേ. ദേ പുള്ളഡ് ഔട്ട് ഓൾ ദ വീഡ്സ് ആൻഡ് പ്ലാസ്റ്റിക് ബോട്ടിൽസ്. അപ്പോൾ അവർ അതിനുള്ളിലുള്ള റിവറിനുള്ളിലുള്ള വീഡ്സ് എന്ന് പറഞ്ഞാൽ പായലാണ് കേട്ടോ. പായലും അതേപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസും ഒക്കെ അവർ പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി. പുള്ളഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എടുത്തു എന്നാണ് അർത്ഥം. ദേ റിമൂവ്ഡ് ദ മഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെളിയാണല്ലേ. അപ്പോൾ അവർ ആ മഡൊക്കെ അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തു. ദ റിവർ ബിക്കെയിം ക്ലീൻ ആസ് ബിഫോർ. അപ്പോൾ എന്താണ്, മുന്നത്തേനേക്കാളും എന്തായി, റിവറൊക്കെ ക്ലീൻ ആയല്ലേ. ഹൗ യു സീൻ പീപ്പിൾ ഡംപിങ് വേസ്റ്റ് ഇൻ പബ്ലിക് പ്ലേസസ്, ഹൗ ക്യാൻ വി സ്റ്റോപ്പ് ഇറ്റ്? നിങ്ങൾ ആളുകളൊക്കെ പൊതുസ്ഥലങ്ങളിലൊക്കെ വേസ്റ്റ് എറിയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ്, കണ്ട് എന്ന് എഴുതുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതൂ കേട്ടോ. അത് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അതെ, പുട്ട് പ്ലെക്കാർഡ്സ് ആൻഡ് നോട്ടീസസും അതേപോലെ പ്ലെക്കാർഡുകളൊക്കെ വെക്കാൻ സാധിക്കും അല്ലേ. സേ ടു പീപ്പിൾസ് ഡോണ്ട് ഡംപ് വേസ്റ്റ് ഇൻ ടു പബ്ലിക് പ്ലേസസ്. അതേപോലെ തന്നെ ആളുകളോട് നമുക്ക് പറയാൻ സാധിക്കും നിങ്ങൾ ഒരിക്കലും പബ്ലിക് പ്ലേസസിൽ വേസ്റ്റ് ഒന്നും കൊടുന്ന് ഇടരുത് എന്ന് പറയാനും നമുക്ക് സാധിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ ഇത് നിർത്താനായിട്ട്. അടുത്തത് എന്താണ്, ദ നെക്സ്റ്റ് ഫെസ്റ്റിവൽ സീസൺ കെയിം. അപ്പോൾ എന്താണ്, അടുത്ത ഫെസ്റ്റിവലിൻ്റെ സീസൺ എത്തിയല്ലേ. മെനി ടൈപ്സ് ഓഫ് ബേർഡ്സ് അറൈവ്ഡ്. ഒരുപാട് തരത്തിലുള്ള ബേർഡ്സ് ഒക്കെ വന്നു. ഡിംപിൾ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ. അപ്പോൾ ആകാശത്തേക്ക് ഡിംപിൾ നോക്കി നിൽക്കുകയാണ്. വിൽ ഗോൾഡീസ് മദർ കം ഷീ തോട്ട്. അപ്പോൾ അവൾ ചിന്തിക്കുകയാണ് ഗോൾഡിയുടെ മദർ വരുമോ എന്ന് അവൾ ചിന്തിക്കുകയാണ് അല്ലേ. ഡു യു തിങ്ക് ഗോൾഡീസ് മദർ വിൽ കം? വൈ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഗോൾഡിയുടെ മദർ വരുമോ എന്ന്? എന്തുകൊണ്ടായിരിക്കും എന്ന് നമുക്ക് നോക്കാം അല്ലേ. സഡൻലി ട്വിങ്കിൾ ആൻഡ് ഡിംപിൾ സോ എ വണ്ടർഫുൾ സൈറ്റ്. പെട്ടെന്ന് ട്വിങ്കിളും ഡിംപിളും ഒരു വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അത്ഭുതകരമായ ഒരു കാഴ്ച കാണുകയാണല്ലേ. ഹൺഡ്രഡ്സ് ഓഫ് റെയിൻബോ ബേർഡ്സ് ഇൻ ദ സ്കൈ. അപ്പോൾ എന്താണ്, ആകാശത്ത് 100 കണക്കിന് റെയിൻബോ ബേർഡ്സ് അല്ലേ. ലുക്ക് ദേ ആർ കമ്മിങ് ദ റെയിൻബോ ബേർഡ്സ്. അപ്പോൾ എന്താണ്, ദ ചിൽഡ്രൻ ഷൗട്ടഡ് ഇൻ ജോയ്. അപ്പോൾ ചിൽഡ്രൻസ് ഒക്കെ സന്തോഷത്തോടു കൂടി ഉറക്കെ പറയുകയാണ്, നോക്കൂ അവർ വരികയാണ്. റെയിൻബോ ബേർഡ്സ് എന്ന് പറയുന്നുണ്ടല്ലേ. ദ ബേർഡ്സ് ലാൻഡഡ് ഓൺ ദ ക്ലീൻ റിവർ ആൻഡ് സ്വാംസ് ജോയ്ഫുള്ളി. അപ്പോൾ എന്താണ്, ക്ലീൻ ആയിട്ടുള്ള റിവറിൽ ബേർഡ്സ് എല്ലാം ലാൻഡ് ചെയ്യുകയും അവിടെ അവരെല്ലാം ആ ഒരു ക്ലീൻ റിവറിൽ ഇറങ്ങുകയും അവിടെ സന്തോഷത്തോടു കൂടി എല്ലാവരും നീന്തി തുടിക്കുകയും ചെയ്യുകയാണല്ലേ. വിൽ ദർ ബി ഗോൾഡീസ് മദർ? വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? അതിൽ ഗോൾഡിയുടെ അമ്മ ഉണ്ടായിരിക്കുമോ? എന്തായിരിക്കും പിന്നീട് നടന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അല്ലേ. The rainbow birds enjoyed the days in ഹരിതഗിരി. They laid eggs and hatched out many rainbow birds. അപ്പോൾ എന്താണ്, ഒരു ഹരിതഗിരിയിൽ ഉണ്ടായിരുന്ന ദിവസങ്ങളെല്ലാം റെയിൻബോ ബേർഡ്സ് നന്നായിട്ട് എൻജോയ് ചെയ്തു. അവർ മുട്ടയിടുകയും അത് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തല്ലേ. അങ്ങനെ ഒരുപാട് റെയിൻബോ ബേർഡ്സ് പുറത്തേക്ക് വരികയൊക്കെ ചെയ്തു. ദ ഫെസ്റ്റിവൽ എൻഡഡ്. അങ്ങനെ ഫെസ്റ്റിവലൊക്കെ അവസാനിച്ചു. വാട്ട് വിൽ ദ റെയിൻബോ ബേർഡ്സ് ഡു നൗ? എന്തായിരിക്കും ഇപ്പോൾ റെയിൻബോ ബേർഡ്സ് ചെയ്തിട്ടുണ്ടായിരിക്കുക? ദ സീസൺ എൻഡഡ്. അങ്ങനെ സീസണൊക്കെ അവസാനിച്ചു. ദ ബേർഡ്സ് സ്റ്റാർട്ടഡ് ടു ഫ്ലൈ ബാക്ക്. അങ്ങനെ ബേർഡ്സൊക്കെ അവരുടെ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ തുടങ്ങി അല്ലേ, ഫ്ലൈ ചെയ്യാൻ തുടങ്ങി. ഓൺ എ സണ്ണി ആഫ്റ്റർനൂൺ. ഒരു വേനൽ വൈകുന്നേരം. ദ വോൾ ഫ്ലോക്ക് ഓഫ് ഗോൾഡൻ ബേർഡ്സ് ഫ്ലൂ അപ്പ് ടു ദ സ്കൈ. ഗോൾഡൻ ബേർഡ്സിൻ്റെ മുഴുവൻ കൂട്ടങ്ങളും പിന്നീട് സ്കൈയിലേക്ക് തന്നെ പറന്നു പോകാൻ തുടങ്ങി. ദെയർ ഫെദേഴ്സ് ഷോൺ ബ്രൈറ്റ് ഇൻ ദ സൺലൈറ്റിൽ അവരുടെ ഫെദേഴ്സൊക്കെ ഇങ്ങനെ തിളങ്ങി നിന്നല്ലേ. വാട്ട് വിൽ ഗോൾഡി ഡു നൗ? ഗോൾഡി ഇപ്പോൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക? ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ വാച്ചിങ് ദ ബേർഡ്സ് ഫ്ലൈയിങ് ഫാർ എവേ. ദൂരേക്ക് പറന്നു പോകുന്ന ബേർഡ്സിനെ ഒക്കെ നോക്കി നിൽക്കുകയാണ് ഡിംപിളും ട്വിങ്കിളും. സഡൻലി വൺ ഓഫ് ദ ബേർഡ്സ് ടുക്ക് എ ടേൺ ആൻഡ് ഫ്ലൂ ബാക്ക് ടു ദം.
അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ബേർഡ് തിരിഞ്ഞുകൊണ്ട് പറന്നിട്ട് അവരുടെ അടുത്തേക്ക് വരികയാണല്ലേ. ഇറ്റ് ടച്ച്ഡ് ഗോൾഡി വിത്ത് ഇറ്റ്സ് വിങ്സ് ആൻഡ് ഫ്ലൂ അപ്പ്. അപ്പോൾ അത് അതിൻ്റെ വിങ്സ്, അതായത് അതിൻ്റെ ചിറക് കൊണ്ട് ഗോൾഡിയെ ടച്ച് ചെയ്തിട്ട് പിന്നെ വീണ്ടും പറന്നു പോവുകയാണ്. ഗോൾഡീസ് ഐസ് വൈഡ്നഡ്. ഗോൾഡിയുടെ കണ്ണുകളെല്ലാം ഇങ്ങനെ തുറന്നുകൊണ്ട് നിൽക്കുകയാണ്. വൈ ഡിഡ് ദ റെയിൻബോ ബേർഡ് കം ബാക്ക്? എന്തുകൊണ്ടായിരിക്കും ആ ഒരു റെയിൻബോ ബേർഡ് മാത്രം തിരിച്ചു വന്നത്? സൂൺ ഗോൾഡി ഓൾസോ ഫ്ലാപ്പഡ് ഇറ്റ്സ് ലിറ്റിൽ വിങ്സ്. അപ്പോൾ ഗോൾഡിയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ചെറിയ വിങ്സ് ഇങ്ങനെ ഇട്ട് അടിക്കാൻ തുടങ്ങുകയാണ്. ദ ബേർഡ്സ് ഫ്ലൂ അപ്പ് ആൻഡ് ഡിസപ്പിയർഡ് ഇൻ ദ സ്കൈ. ബേർഡ്സ് ഒക്കെ ഒരുപാട് ദൂരേക്ക് പറന്നു പോവുകയും അവരെ ആ ഒരു ആകാശത്തിൽ കാണാതാവുകയും ചെയ്തു. ബൈ ഗോൾഡി, സീ യു ഇൻ ദ നെക്സ്റ്റ് ഫെസ്റ്റിവൽ. അപ്പോൾ എന്താണ് ബൈ ഗോൾഡി, നിന്നെ അടുത്ത ഫെസ്റ്റിവലിന് കാണാമെന്ന് പറയുന്നുണ്ടല്ലേ. ദ ചിൽഡ്രൻ വേവ്ഡ് ദെയർ ഹാൻഡ്സ്. ഇങ്ങനെ ടാറ്റ കാട്ടിക്കൊണ്ട് ചിൽഡ്രൻസ് ഒക്കെ പറയുകയാണത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി. അപ്പോൾ നമ്മുടെ ഗോൾഡിയുടെയും അതേപോലെ ട്വിങ്കിളുടെയും ഡിംപിളിൻ്റെയും ഒരു സ്റ്റോറി കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ നമുക്കൊരു ആക്ടിവിറ്റിയും ഒരു പോയവും തന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. ആക്ടിവിറ്റി എന്താണ്? റീഡ് ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ, റൈറ്റ് ദ ആൻസേഴ്സ് ഇൻ ദ ബോക്സസ് പ്രൊവൈഡഡ്. അപ്പോൾ നമുക്ക് താഴെ കുറച്ച് സെൻറ്റൻസസ് നൽകിയിട്ടുണ്ട്, അത് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ ആൻസർ അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അതിൽ ബോക്സ് തന്നിട്ടുള്ള സ്ഥലത്ത് എഴുതാനാണ് പറയുന്നത്. ദ ട്രീസ് ബിയർ ഫ്ലവേഴ്സ്, വില്ലേജേഴ്സ് വെയിറ്റ് ഫോർ ദ ബേർഡ്സ് ടു കം. അപ്പോൾ എന്താണ്? ട്രീസ് എല്ലാം ഫ്ലവേഴ്സ് കൊണ്ട് നിറഞ്ഞിരുന്നു, വില്ലേജേഴ്സ് ഒക്കെ ബേർഡ്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ്, ബേർഡ്സിൻ്റെ ഫെസ്റ്റിവലിന് വേണ്ടി ാണല്ലേ. അതുപോലെ നമുക്ക് കുറേ സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ സെൻറ്റൻസും ആൻസേഴ്സും നമുക്ക് നോക്കാം. അടുത്തതാണ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വില്ലേജ്, എ റിവർ ഫ്ലോസ് ത്രൂ ഇറ്റ്. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതൊരു ഭംഗിയുള്ള വില്ലേജ് ആണ്, ഒരു റിവറും അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അതെന്താണ്? ആ വില്ലേജ് ആണ് ഏത്? ഹരിതഗിരി. അപ്പോൾ അവിടെ ഹരിതഗിരി എന്നാണ് എഴുതേണ്ടത്. ദേ ആർ ട്വിൻസ്, ദേ ഡെക്കറേറ്റ് ദെയർ ഹൗസ്. അപ്പോൾ എന്താണ്? അവർ ട്വിൻസ് ആണ്, അവരവരുടെ വീടുകളെല്ലാം എന്താണ് ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ആരെ കുറിച്ചാണ് പറയുന്നത്? യെസ്, നമ്മുടെ ചാപ്റ്ററിലെ ഡിംപിളിനെയും ട്വിങ്കിളിനെയും കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ. അടുത്തത് എ ചിക്ക് കെയിം ഔട്ട് ഓഫ് ദ ഗോൾഡൻ എഗ്. അപ്പോൾ ആ ഒരു ഗോൾഡൻ എഗ്ഗിൽ നിന്നും പുറത്തേക്ക് വന്നത് ഒരു കുഞ്ഞു കോഴിക്കുട്ടിയായിരുന്നു. അത് ആരാണ്? ഗോൾഡി ആണല്ലേ. അപ്പോൾ ആൻസർ ഈസ് ഗോൾഡി. നെക്സ്റ്റ് സെൻറ്റൻസ്, ഹി കെയിം ടു വിസിറ്റ് ഹിസ് ഗ്രാൻഡ് ചിൽഡ്രൻ, ഹി ടോൾഡ് ദം അബൌട്ട് ദ റെയിൻബോ ബേർഡ്സ്. അപ്പോൾ എന്താണ്? ഗ്രാൻഡ് ചിൽഡ്രൻസിനെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ വിസിറ്റ് ചെയ്യാൻ ഒരാൾ വന്നു അല്ലേ. അതുപോലെ റെയിൻബോ ബേർഡ്സിനെ കുറിച്ച് പറഞ്ഞതും അയാൾ തന്നെയാണ്. അപ്പോൾ അത് ആരാണ്? യെസ്, ഗ്രാൻഡ് ഫാദർ ആണല്ലേ. അപ്പോൾ ആൻസർ ഈസ് ഗ്രാൻഡ് ഫാദർ. ലാസ്റ്റ് സെൻറ്റൻസ് എന്താണ്? എ ബേർഡ് ടുക്ക് എ സഡൻ ടേൺ ആൻഡ് ഫ്ലൂ ബാക്ക് ടു ഗോൾഡി. ഗോൾഡിയുടെ അടുത്തേക്ക് ഒരു ബേർഡ് പെട്ടെന്ന് തിരിഞ്ഞ് വരികയും അതിൻ്റെ അടുത്തേക്ക് പറന്ന് വന്നു അല്ലേ. അപ്പോൾ അത് ആരായിരുന്നു? യെസ്, ഗോൾഡീസ് മദർ ആയിരുന്നു അല്ലേ. ഗോൾഡീസ് മദറോ റെയിൻബോ ബേർഡ് എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ തന്നിട്ടുള്ളത്. ഇനി നമുക്കൊരു പോം തന്നിട്ടുണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സിംഗ് ദ സമ്മർ ബേർഡ് എന്നാണ് നമ്മുടെ പോമത്തിൻ്റെ ഹെഡിങ്. എ ബേർഡി ഫ്ലൈ സോ ഹൈ അപ്പ് ഇൻ ദ സ്കൈ. ഒരു ബേർഡി എന്താണ്? ഒരുപാട് ദൂരത്തേക്ക് ഫ്ലൈ ചെയ്യുകയാണ് സ്കൈയുടെ മേലോട്ട് അല്ലേ. സിറ്റിംഗ് ഓൺ എ ട്രീ ഇറ്റ് സിങ് സോ ഫ്രീ. അപ്പോൾ അതൊരു ട്രീയുടെ മേലെ ഇരിക്കുന്നുണ്ട്, അത് ഫ്രീ ആയിട്ട് ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട് അല്ലേ. വെൻ ദ സമ്മർ ആൻഡ്സ് ഇറ്റ് ഫ്ലൂസ് ബാക്ക് വിത്ത് ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ്? സമ്മർ അവസാനിക്കുമ്പോൾ അത് വീണ്ടും ഫ്രണ്ട്സിൻ്റെ കൂടെ തിരിച്ച് ഫ്ലൈ ചെയ്തു പോവും. വിൽ യു കം എഗെയിൻ വെൻ ദ സമ്മർ സൺ ഗ്ലോസ്. നീ വീണ്ടും വരുമോ? സമ്മർ സണ്ണ് ഗ്ലോ ചെയ്യുമ്പോൾ നീ വീണ്ടും വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു പോം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള കുറേ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്യൂപ്പ ടെക്സ്റ്റ് ബുക്സിൽ തന്നിട്ടുണ്ട് അല്ലേ. അതായത് പ്യൂപ്പ എന്ന് പറയുന്ന നിങ്ങളുടെ വർക്ക് ബുക്കിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലേലിസ്റ്റ് ഒന്ന് നിങ്ങൾ പോയിട്ടൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു തന്ന ഈ ഒരു ചാപ്റ്ററും അതുപോലെ അതിലെ ന്യൂ വേർഡ്സും മീനിങ്സും ആക്ടിവിറ്റീസും പോമും എല്ലാം കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.